ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓയിലൊന്നും പൊരിക്കാണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് ചിക്കൻ പീസ്, അതായത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും ഒരു ലെഗ് പീസുമാണ് ഞാൻ എടുത്തത്. ഇത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തതാണ്. ഇതിൻ്റെ വെള്ളവും ചിക്കനും നമുക്ക് സെപ്പറേറ്റ് മാറ്റി വെക്കണം. ഇനി ഈ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, അതുപോലെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മൈദപ്പൊടിക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, സാധാരണ നമ്മൾ ദോശയ്ക്ക് എങ്ങനെയാണോ മാവ് തയ്യാറാക്കുക ആ ഒരു രീതിക്ക് ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അധികം ബാറ്റർ ലൂസാക്കി എടുക്കാൻ പാടില്ല. നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്, ഒരിക്കലും ടൈറ്റ് ആയിട്ടുള്ള ബാറ്റർ ആവാൻ പാടില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എത്ര ഗ്ലാസ് വെള്ളം ഒഴിച്ചു എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ സാധാരണ ഗോതമ്പ് ദോശ തയ്യാറാക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് വേണ്ടത്. നൈസായിട്ടുള്ള ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കട്ടിയില്ലാതെ കട്ടി കുറച്ച് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നമ്മൾ കലക്കിയെടുക്കണം. ഈ ഒരു പരുവാണ് വേണ്ടത്. ഏകദേശം 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഓരോരോ ദോശ ചുട്ടെടുക്കണം. ദോശ ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട്ടിയുള്ള ദോശ ചുട്ടെടുക്കാൻ പാടില്ല, നൈസായിട്ടുള്ള ദോശ വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് റോൾ ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടിപ്പോവും കട്ടിയുള്ള ദോശയാണെങ്കിൽ. അപ്പോൾ ഇതേപോലെ നൈസായി പരത്തിയെടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഡ്രൈ ആകുന്നത് വരെ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അധികം അങ്ങോട്ട് ഉണക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളെ സ്നാക്ക് റെഡി ആവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഇതേപോലെ ഒന്നാവുന്ന സമയത്ത് നമുക്ക് ഈ ദോശ പാനിൽ നിന്നും മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എത്രയാണോ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും ദോശ നമ്മൾ ചുട്ടെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വെക്കുക. അപ്പോൾ തന്നെ മേലെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. മേലെ ഡ്രൈ ആകുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതൊന്ന് എടുത്തളയണം. അധികം നേരം വെച്ചിട്ട് ഇത് അധികം അങ്ങ് ഡ്രൈ ആക്കി എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ദോശയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാവരും റെഡിയാക്കി എടുക്കുക. എത്രയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ദോശയിലെ കംപ്ലീറ്റ് ഞാൻ ചുട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഓയിലെല്ലാം യൂസ് ചെയ്യുന്നതിലും കുറച്ചും കൂടി ഹെൽത്തിയാണ് ബട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കണം. ബട്ടർ ഒന്ന് മെൽട്ടാകുന്ന സമയത്ത് 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലെല്ലാം കുറച്ച് കൂടുതൽ ഇടുന്നതാണ് നല്ലത്. നമ്മുടെ സവാള നന്നായി വഴന്ന് കിട്ടുന്നത് വരെ നമുക്ക് ഇത് പാനിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ വേവിച്ച വെള്ളം, ചിക്കൻ്റെ സ്റ്റോക്കാണ്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും ചെറിയ പീസസായി നുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ചിക്കൻ്റെ വെള്ളം ഇതിലൊന്ന് വറ്റി കിട്ടണം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടുതൽ മസാലപ്പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു മസാലപ്പൊടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ചിക്കൻ വേവിക്കുമ്പോൾ ഇട്ട ആ ഒരു മസാല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ആ ഒരു വെള്ളം വറ്റി ചിക്കനിലേക്ക് ആകുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടത് കൊണ്ട് തന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് മാത്രം, ഇല്ലെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി അവസാനമായിട്ട് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് മസാല മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. കൂടുതൽ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ടേസ്റ്റ് ഇല്ലയെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു മസാല ഇഷ്ടമാവും. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിടാൻ ഇഷ്ടമുള്ളവർക്ക് ഫ്രൈ ചെയ്തിട്ടിടാം. ഇങ്ങനെയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ദോശയും മസാലയെല്ലാം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ദോശയുടെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതായത് 3 സൈഡുമായിട്ട് ഒന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം കുറച്ചൊന്ന് ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ദോശ ചുടുന്ന സമയത്ത് അധികം ഡ്രൈ ആക്കി എടുക്കരുതെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ
ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം ഒട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ അധികം ഡ്രൈ ആക്കി എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ദോശേൻ്റെയും സൈഡിലേക്ക് 1 ടേബിൾ സ്പൂണോളം മസാല ഫില്ല് ചെയ്ത് 3 സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് കുറച്ചൊന്ന് നല്ല ടൈറ്റിൽ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ രണ്ടാമത്തത് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് എത്ര സ്നാക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഇതുപോലെ തന്നെ നമ്മൾ റോൾ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മസാല ഫില്ല് ചെയ്ത ദോശ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച മുട്ടയിലേക്ക് ഓരോന്നും ഡിപ്പ് ചെയ്തെടുക്കുക. മുട്ട എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലിട്ടൊന്ന് റോൾ ചെയ്യുക. ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്യുന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ദോശയും ഞാനിതിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് ഇതൊന്ന് ഫ്രൈ ചെയ്യലല്ല, ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പാന് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും ഓയിലോ ഗിയോ ഒന്നും യൂസ് ചെയ്യേണ്ട. ഞാൻ ബട്ടറിലാണ് ചെയ്യുന്നത്. ബട്ടർ കുറച്ചും കൂടി ഹെൽത്തി ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല ചൂടുള്ള പാനാണ്, ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റോള് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ നമ്മുടെ പാന് വെക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അത് അധികം നേരം ഇങ്ങനെ വെച്ച് നിൽക്കുകയൊന്നും ചെയ്യേണ്ട. ഓരോ ഭാഗവും റോൾ ചെയ്ത് നമ്മുടെ ബ്രെഡ് ക്രംസ് ഒന്ന് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരു ക്രിസ്പി ആവും. അപ്പോൾ നമ്മുടെ 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച മുഴുവനും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ബട്ടർ ജസ്റ്റ് ഒന്ന് പാനിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് അതിൻ്റെ ബ്രെഡ് ക്രംസിൻ്റെ കളറൊന്ന് ബ്രൗൺ കളറാക്കി എടുത്താൽ മാത്രം മതി. വേറൊന്നും വേവാനൊന്നും ഇതിലില്ല. അപ്പോൾ ഇതാ നമ്മുടെ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.